ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. കളിച്ച 3 മത്സരങ്ങളിലും അർജന്റീന വെന്നിക്കൊടി പാറിച്ചിരിക്കുന്നു. സാധ്യമായ 9 പോയിന്റും പോക്കറ്റിലാക്കിക്കൊണ്ടാണ് ഇപ്പോൾ അർജന്റീന ആധികാരികമായി കൊണ്ട് അടുത്ത റൗണ്ടിലേക്ക് പ്രവേശിച്ചിട്ടുള്ളത്. കഴിഞ്ഞ മത്സരത്തിൽ തന്നെ അർജന്റീന അടുത്ത റൗണ്ട് ഉറപ്പിച്ചിരുന്നു. ഇന്ന് നടന്ന മത്സരത്തിൽ 1-നെതിരെ 3 ഗോളുകൾക്കാണ് അർജന്റീന ജോർദാനെ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. മത്സരത്തിന്റെ സ്റ്റാർട്ടിംഗ് 11-ൽ പ്രധാനപ്പെട്ട താരങ്ങൾ ഒന്നും ഇല്ലായിരുന്നു. എന്നിട്ടും മികച്ച ഒരു വിജയം സ്വന്തമാക്കാൻ അർജന്റീനക്ക് സാധിച്ചു എന്നുള്ളതാണ്. മെസ്സി ഒരു തകർപ്പൻ ഫ്രീ കിക്ക് ഗോൾ നേടിയിട്ടുണ്ട്. പകരക്കാരനായി വന്ന മെസ്സി മികച്ച പ്രകടനമാണ് പതിവ് പോലെ നടത്തിയത്. ഏതായാലും മത്സരത്തിന്റെ 19ാമത്തെ മിനിറ്റിലാണ് അർജന്റീന ആദ്യ ഗോൾ നേടിയത്. അതായത് ബോക്സിന് വെളിയിൽ നിന്നും ഒരു ഫ്രീ കിക്ക് ലഭിക്കുന്നു. ലോ ചെൽസോ മനോഹരമായി കൊണ്ട് അത് ഗോളാക്കി മാറ്റുന്നു. ഒരു കിഡ്ലൻ ഫ്രീ കിക്ക് തന്നെയാണ് ലോ ചെൽസോ എടുത്തിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ അരങ്ങേറ്റ മത്സരമായിരുന്നു, വേൾഡ് കപ്പിലെ അരങ്ങേറ്റ മത്സരമായിരുന്നു ഇത്. അതിൽ തന്നെ ഒരു ഫ്രീ കിക്ക് ഗോൾ നേടാൻ കഴിഞ്ഞു എന്നുള്ളത് ലോ ചെൽസോയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. പിന്നീട് മത്സരത്തിന്റെ 31ാമത്തെ മിനിറ്റിൽ അർജന്റീനക്ക് അനുകൂലമായി കൊണ്ട് ഒരു പെനാൽറ്റി ലഭിച്ചു. അത് ലൗറ്ററോ മാർട്ടിനസ് ഗോളാക്കി മാറ്റി എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. വേൾഡ് കപ്പിലെ ലൗറ്ററോയുടെ ആദ്യത്തെ ഗോളാണ് ഇത്. ആ ശാപം അദ്ദേഹം ഇപ്പോൾ ഒഴിവാക്കിയിട്ടുണ്ട്. വേൾഡ് കപ്പിൽ ഗോളടിക്കാൻ സാധിക്കുന്നില്ല എന്ന ആ ശാപം അദ്ദേഹം ഇപ്പോൾ ഒഴിവാക്കി എന്നുള്ളതാണ്. പിന്നീട് മത്സരത്തിന്റെ 55ാമത്തെ മിനിറ്റിൽ അഥവാ രണ്ടാം പകുതിയിൽ ജോർദാൻ അർജന്റീനയെ ഞെട്ടിച്ചുകൊണ്ട് ഒരു ഗോൾ തിരിച്ചടിച്ചു. മൗസ തമാരിയാണ് ഗോൾ തിരിച്ചടിച്ചത്. മികച്ച ഒരു ഫിനിഷിംഗ് തന്നെയായിരുന്നു അവിടെ സംഭവിച്ചത്. പക്ഷെ പിന്നീട് ലയണൽ മെസ്സി 60ാമത്തെ മിനിറ്റിൽ പകരക്കാരന്റെ വേഷത്തിൽ വന്നു. 80ാമത്തെ മിനിറ്റിലാണ് മെസ്സിയുടെ ഫ്രീ കിക്ക് ഗോൾ പിറക്കുന്നത്. മനോഹരമായ ഒരു ഫ്രീ കിക്ക് ഗോൾ തന്നെയായിരുന്നു മെസ്സി നേടിയത്. ഗോൾ കീപ്പർ ഒന്നും ചെയ്യാനാവാതെ നിസ്സഹായനായി നിൽക്കുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടു എന്നുള്ളതാണ്. അങ്ങനെ 80ാമത്തെ മിനിറ്റിൽ മെസ്സി കൂടി ഗോൾ കണ്ടെത്തിയതോടെ 1-നെതിരെ 3 ഗോളുകൾക്ക് അർജന്റീന വിജയം ഉറപ്പിച്ചു. ഒരുപാട് റെക്കോർഡുകൾ മെസ്സി ഈ മത്സരത്തിലൂടെ സ്വന്തമാക്കിയിട്ടുണ്ട്, ഈ ഗോളിലൂടെ സ്വന്തമാക്കിയിട്ടുണ്ട്. വേൾഡ് കപ്പിൽ 19 ഗോളുകൾ അദ്ദേഹം പൂർത്തിയാക്കി കഴിഞ്ഞു. ഈ വേൾഡ് കപ്പിൽ 6 ഗോളുകൾ നേടിയ മെസ്സിയാണ് ഗോൾഡൻ ബൂട്ട് ഫൈറ്റിൽ ഒന്നാമത്. മാത്രമല്ല മറ്റൊരു അപൂർവ റെക്കോർഡ് മെസ്സി ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുണ്ട്. തുടർച്ചയായി 7 വേൾഡ് കപ്പ് മത്സരങ്ങളിൽ ഗോളടിക്കുന്ന ഫുട്ബോൾ ചരിത്രത്തിലെ ആദ്യത്തെ താരം, ഏക താരം എന്ന റെക്കോർഡ് മെസ്സി ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുണ്ട്. ഈ വേൾഡ് കപ്പിലെ 3 മത്സരങ്ങളിലും മെസ്സി ഗോളടിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ വേൾഡ് കപ്പിലെ അവസാനത്തെ 4 മത്സരങ്ങളിലും മെസ്സി ഗോളടിച്ചിരുന്നു. അങ്ങനെ തുടർച്ചയായി 7 വേൾഡ് കപ്പ് മത്സരങ്ങളിൽ ഗോളടിക്കാൻ മെസ്സിക്ക് കഴിഞ്ഞു. അതൊരു അപൂർവ റെക്കോർഡ് തന്നെയാണ്. ഏതായാലും അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം ആധികാരികമായി കൊണ്ട് അടുത്ത റൗണ്ടിലേക്ക് ഇപ്പോൾ അവർ എത്തിയിട്ടുണ്ട്. കേപ്പ് വെർദെയാണ് അടുത്ത റൗണ്ടിൽ അവരുടെ എതിരാളികൾ. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത ടീമായി കാണാം.